ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ ചൂട് വീണ്ടും ഉയർത്തിക്കൊണ്ട് കാവേരി നദീജല പങ്കിടൽ തർക്കം വീണ്ടും അതിരൂക്ഷമായിരിക്കുന്നു. തമിഴ്നാടിനും കർണാടകയ്ക്കുമിടയിൽ ജലവിതരണത്തെ ചൊല്ലി ഉടലെടുത്ത പുതിയ പ്രതിസന്ധി ഇരു സംസ്ഥാനങ്ങളിലും വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും പാർലമെന്റിലെ ബഹളങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കർണാടകയിലെ പ്രതിഷേധങ്ങളെ തുടർന്ന് കാവേരി ജലക്രമീകരണ സമിതി അഥവാ CWMAയുടെ ഉത്തരവിനെ തുടർന്ന് തമിഴ്നാട്ടിലേക്ക് ജലം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കേണ്ടി വന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റതിന് പിന്നാലെ C. ജോസഫ് വിജയ് നേരിടുന്ന ആദ്യ രാഷ്ട്രീയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ് കാവേരി നദീജല തർക്കം. ജലം വിട്ടു നൽകാനുള്ള CWMA നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 13 രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കന്നഡ അനുകൂല സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വെറും വെള്ളത്തിന്റെ കണക്കുകൾക്കപ്പുറം സംസ്ഥാനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും ഭാഷാപരവുമായ തലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതാണ് 135 വർഷം പഴക്കമുള്ള കാവേരി നദീജല പ്രശ്നം. ഈ തർക്കത്തിന്റെ ഉള്ളറകളും സമകാലീന യാഥാർത്ഥ്യങ്ങളുമാണ് ഇന്ന് സത്യം പറയട്ടെ അന്വേഷിക്കുന്നത്. കാവേരി ഒഴുകാത്ത നീതി വറ്റാത്ത തർക്കം. കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി കർണാടകയോട് തമിഴ്നാടിന് 15 ദിവസത്തേക്ക് പ്രതിദിനം 3500 ക്യൂസെക്സ് വെള്ളം വിട്ടു നൽകാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഇരു സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പ്രതിഷേധവും നിയമ പോരാട്ടത്തിനുള്ള നീക്കങ്ങളും ശക്തമായത്. ജൂലൈ 31 ചേർന്ന കാവേരി ജില്ലാ മാനേജ്മെന്റ് അതോറിറ്റി യോഗത്തിൽ കാവേരി വാട്ടർ റെഗുലേഷൻ കമ്മിറ്റി നേരത്തെ നൽകിയ ശുപാർശ അംഗീകരിക്കുകയായിരുന്നു. ഇതിലൂടെ ഏകദേശം 4 TMC വെള്ളം തമിഴ്നാടിന് ലഭിക്കും. എന്നാൽ ഇത്തവണ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കാത്തതിനാൽ കൃഷ്ണരാജസാഗർ, കബനി, ഹേമാവതി, ഹരംഗി തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് സാധാരണയേക്കാൾ താഴെയാണ് എന്നാണ് കർണാടകയുടെ വാദം. ബംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള ആവശ്യങ്ങളും കർഷകരുടെ കൃഷിയും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും അവർ വ്യക്തമാക്കുന്നു. കർണാടകയിൽ കർഷക സംഘടനകളും കന്നഡ അനുകൂല സംഘടനകളും സമരരംഗത്തിറങ്ങിയപ്പോൾ സുപ്രീം കോടതി വിധി കർശനമായി നടപ്പാക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച 135 വർഷം പഴക്കമുള്ള ജലവിഹിത തർക്കത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണിത്. മഴ കുറയുന്ന ഓരോ വർഷവും ഈ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിലെ പ്രതിഷേധങ്ങളുടെ അലയൊലികൾ ദേശീയ തലത്തിലും പ്രതിഫലിച്ചു. ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള MP-മാർ കാവേരി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായ പ്രതിഷേധമുയർത്തി. തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും കർണാടക ജലം വൈകിപ്പിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് തമിഴ്നാട് MP-മാർ നടത്തിയ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. കാവേരി നദീജല തർക്കത്തിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായുള്ള കൂടിക്കാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ നീട്ടിവെച്ചിട്ടുണ്ട്. തമിഴ്നാടിന് വെള്ളം നൽകണമെന്ന കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ കന്നഡ അനുകൂല സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. കർണാടകയിൽ കടുത്ത ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ കാവേരി വെള്ളം വിട്ടു നൽകുന്നതിനെ സംഘടനകൾ എതിർക്കുന്നു. വിജയ് ബംഗളൂരുവിലെത്തിയാൽ വിമാനത്താവളം ആക്രമിക്കുമെന്നും കന്നഡ സംഘടനകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 13 രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കന്നഡ അനുകൂല സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഇതിനിടെ കാവേരി വിഷയം പരാമർശിക്കവേ നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശ കേസിൽ DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത സംഭവവും തമിഴ്നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു. കാവേരി വിഷയം വഴിതിരിച്ചുവിടാനാണ് TVK സർക്കാർ ഈ അറസ്റ്റ് ഉപയോഗിച്ചത് എന്ന് സ്റ്റാലിൻ ആരോപിച്ചു. കാവേരി വിഷയത്തിൽ നിലവിലെ സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്തും കർണാടകയ്ക്ക് ജലം വിട്ടു നൽകാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുമാണ് DMK രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാവേരി. കർണാടകയിലെ തലക്കാവേരിയിൽ നിന്ന് തുടങ്ങി തെക്കൻ കർണാടകത്തിലൂടെ സഞ്ചരിച്ച് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ വഴി കാരയ്ക്കലിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേർന്നാണ് കാവേരിയുടെ ഒഴുക്ക് അവസാനിക്കുന്നത്. നദിയിലെ ജലം ഉപയോഗിക്കുന്നതിനെ ചൊല്ലി കേരളവും തമിഴ്നാടും കർണാടകവും പുതുച്ചേരിയും തമ്മിലുള്ള തർക്കം സ്വാതന്ത്ര്യത്തിനും മുൻപേ തുടങ്ങിയിരുന്നു. കാവേരിയെ ആശ്രയിച്ചാണ് തമിഴ്നാട്ടിലെ ഡെൽറ്റ മേഖലയിലെ കാർഷിക വൃത്തി നിലനിൽക്കുന്നത്. ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളുടെ കുടിവെള്ളം സുരക്ഷയ്ക്കും ഈ നദി നിർണായകമാണ്. 1892 മൈസൂർ രാജ്യവും ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിയും തമ്മിൽ കാവേരിയിലെ ആദ്യത്തെ കരാർ രൂപം കൊള്ളുന്നത്.
1924 രണ്ടാമത്തെ നിർണായക കരാർ നിലവിൽ വന്നു. ഇതിന്റെ കാലാവധി 1974 അവസാനിച്ചതോടെയാണ് തർക്കം വീണ്ടും രൂക്ഷമായത്. സ്വാതന്ത്ര്യാനന്തരം കേരളവും തമിഴ്നാടും കർണാടകവും പുതുച്ചേരിയും കാവേരിയുടെ ജലവിഹിതത്തിൽ അവകാശവാദം ഉന്നയിച്ചു. തുടർന്ന് 1990 കാവേരി ജലതർക്ക ട്രൈബ്യൂണൽ രൂപീകരിക്കപ്പെട്ടു. 17 വർഷത്തെ വാദത്തിനു ശേഷം 2007 ട്രൈബ്യൂണൽ അന്തിമ വിധി പുറപ്പെടുവിച്ചു. പിന്നീട് 2018 ഫെബ്രുവരി 16 സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർണായക വിധിയിലാണ് നിലവിലെ വാർഷിക ജലവിഹിതം നിശ്ചയിച്ചത്. ഇതനുസരിച്ച് തമിഴ്നാടിന് 404.25 TMCയും കർണാടകത്തിന് 284.75 TMCയും കേരളത്തിന് 30 TMCയും പുതുച്ചേരിക്ക് 7 TMCയും ജലം കാവേരിയിൽ നിന്നും ലഭിക്കും. ഈ വിധി നടപ്പാക്കാനാണ് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയും റെഗുലേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചത്. സാമൂഹികവും സാംസ്കാരികവുമായ പല തർക്കങ്ങൾ കാവേരി ജലാവശ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിയെയും ജലത്തെയും ആരാധിക്കുന്നതിനായി തമിഴ് കലണ്ടറിലെ ആടിമാസം 18-ാം തീയതി ആഘോഷിക്കുന്ന പരമ്പരാഗത കാർഷിക സാംസ്കാരിക ഉത്സവമാണ് ആടിപ്പെരുക്ക്. മൺസൂൺ മഴയെ തുടർന്ന് കാവേരിയിൽ ജലനിരപ്പ് ഉയർന്നു കവിഞ്ഞൊഴുകുന്നതിനെ സ്വാഗതം ചെയ്യുകയും കാവേരി ഡെൽറ്റ മേഖലകളിൽ പുതിയ കാർഷിക വർഷത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ് ഈ ഉത്സവത്തിന്റെ കാതൽ. കാവേരി ജലം ലഭിച്ചില്ലെങ്കിൽ ആടിപ്പെരുക്ക് മുടങ്ങുമെന്ന് തമിഴ് ജനത വാദിക്കുന്നു. എന്നാൽ തമിഴ്നാട് വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് അവകാശപ്പെട്ടതിലധികം പിടിച്ചു വാങ്ങുന്നുവെന്നാണ് കർണാടകയുടെ പരാതി. മഴ കുറയുന്ന വർഷങ്ങളിൽ തർക്കം ആവർത്തിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ വിതരണ രീതിയിൽ വലിയ മാറ്റമുണ്ടാകുന്നതും അണക്കെട്ടുകളിലെ ജലസംഭരണി വേഗത്തിൽ കുറയുന്നതും പ്രധാന വെല്ലുവിളിയാണ്. ഇരു സംസ്ഥാനങ്ങളും കൂടുതൽ വെള്ളം ആവശ്യമുള്ള നെൽകൃഷിയെ പ്രധാനമായി ആശ്രയിക്കുന്നതും ബംഗളൂരു പോലുള്ള നഗരങ്ങളുടെ കുടിവെള്ള ആവശ്യം വർഷം തോറും ഉയരുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ വെള്ളം കുറവുള്ള വർഷങ്ങളിൽ ജലവിഹിതം എങ്ങനെ കുറയ്ക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവരും അംഗീകരിച്ച വ്യക്തമായ ഒരു ദുരിതം പങ്കിടൽ ഫോർമുല ഇന്നും നിലവിലില്ലാത്തതാണ് തർക്കം രൂക്ഷമാകാനുള്ള ഏറ്റവും വലിയ കാരണം. കർണാടക നിർദ്ദേശിച്ച മേക്കേദാട്ടു ബാലൻസിംഗ് റിസർവോയർ പദ്ധതിയും നിലവിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ബംഗളൂരുവിന്റെ കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതി അനിവാര്യമാണെന്ന് കർണാടക പറയുമ്പോൾ ഇത് തങ്ങൾക്ക് ലഭിക്കേണ്ട ജലവിഹിതം കുറയ്ക്കുമെന്ന് തമിഴ്നാട് ആശങ്കപ്പെടുന്നു. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ കേരളത്തിലൂടെയാണ് ഉദ്ഭവിച്ചൊഴുകുന്നത് എന്നതിനാൽ കാവേരി നദീജലത്തിൽ കേരളത്തിന് പ്രകൃതിദത്തമായ ശക്തമായ അവകാശമുണ്ട്. കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കായി 99.8 TMC ജലമാണ് കാവേരി ട്രൈബ്യൂണലിന് മുന്നിൽ കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ 2007 അന്തിമ വിധിയിൽ വെറും 30 TMC ജലം മാത്രമാണ് കേരളത്തിന് ലഭിച്ചത്. ഈ വലിയ കുറവിനെതിരെ തമിഴ്നാടിനും കർണാടകത്തിനുമൊപ്പം കേരളവും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ 2018 അന്തിമ വിധിയിൽ കേരളം ആവശ്യപ്പെട്ട വർധനവ് അംഗീകരിക്കാത്ത സുപ്രീം കോടതി ട്രൈബ്യൂണൽ അനുവദിച്ച 30 TMC ജലം തന്നെ തുടരാൻ ഉത്തരവിട്ടു. നിയമ പോരാട്ടത്തിലൂടെ അർഹതപ്പെട്ട ഈ വെള്ളം പോലും പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്തതാണ് നിലവിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ജലം സംഭരിക്കാനുള്ള അണക്കെട്ടുകളുടെയും ജലസേചന പദ്ധതികളുടെയും അഭാവം മൂലം നമുക്ക് ലഭിച്ച വിഹിതത്തിന്റെ വലിയൊരു ഭാഗവും ഇപ്പോഴും ഉപയോഗിക്കാനാവാതെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയാണ്. രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം മഴക്കുറവുള്ള വർഷങ്ങളിൽ ജലം ആനുപാതികമായി പങ്കുവയ്ക്കാനുള്ള ശാസ്ത്രീയമായ വഴികൾ കണ്ടെത്തിയും തമിഴ്നാട്ടിലും കർണാടകയിലും പരമ്പരാഗത ജലസേചന രീതികൾക്ക് പകരം മൈക്രോ ഇറിഗേഷനും കുറഞ്ഞ വെള്ളത്തിൽ വിളയുന്ന വിളകളിലേക്ക് മാറാൻ കർഷകരെ പ്രോത്സാഹിപ്പിച്ചും മൺസൂൺ കാലത്തെ അധിക ജലം സംഭരിക്കാൻ മേക്കേദാട്ടു പോലുള്ള സംയുക്ത ജലസംഭരണ പദ്ധതികളിൽ തമിഴ്നാടിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് സമവായത്തിലെത്തിയും കർഷകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി കാവേരി കുടുംബം മാതൃകയിലുള്ള ചർച്ചകൾ സജീവമാക്കിയുമൊക്കെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുക. രാഷ്ട്രീയത്തിനും അതിർത്തികൾക്കും അപ്പുറം ജലത്തെ ഒരു പൊതുസമ്പത്തായി കണ്ടുകൊണ്ടുള്ള ഇത്തരം സമഗ്രവും പ്രായോഗികവുമായ സമീപനങ്ങളിലൂടെ മാത്രമേ ഈ അനന്തമായ തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനാവൂ. കാവേരി തർക്കം വീണ്ടും നിയമ പോരാട്ടങ്ങളിലേക്കും തെരുവ് സമരങ്ങളിലേക്കും വഴി മാറുമ്പോൾ ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവനോപാധിയായ ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കളമൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടുകൂടി സത്യം പറയട്ടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.